ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വനില കേക്കാണ്. അതും മുട്ട, കണ്ടൻസ് മിൽക്ക്, ബട്ടർ, പിന്നെ ഓവനും ഇല്ലാതെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഏത് കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഈ കേക്ക് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഓർത്തു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത്. ബേക്കറിയിൽ വാങ്ങുന്ന കേക്കിൻ്റെ അതേ രുചി തന്നെയാണ് ഈ കേക്കിനും ഉള്ളത്. മാത്രമല്ല, ഞാൻ ബേക്കിംഗ് പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ല, നെറ്റിലൂടെ തന്നെയാണ് പഠിച്ചത്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അത്രയും ടേസ്റ്റിയാണ് ഈ കേക്കിന്. ബേസിക്കായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് വനില കേക്ക്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുള്ളൂ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. പാലിൽ കുറച്ച് വിനീഗറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് മൈദ, പൊടിച്ച പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നന്നായിട്ട് ചലിച്ചെടുക്കണം. അതിനുശേഷം മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്. ഇത് ഇട്ടാൽ കൂടുതൽ നന്നായിരിക്കും കേക്കിന്. അത് നന്നായിട്ടൊന്ന് ചലിച്ചെടുക്കണം വീണ്ടും. അങ്ങനെ ഒന്നും കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എണ്ണ ഒഴിക്കാം. ബട്ടർ സ്കോച്ച് എസൻസാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമ്മൾ ഈ വിനീഗറും പാലിൻ്റെയും മിക്സ്ചർ ഉണ്ടല്ലോ, അതിപ്പം ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്, അതും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ റിലീസ് ആവാനായിട്ടാണ്. പിന്നെ ഞാൻ പ്രഷർ കുക്കറിൽ ഓൾറെഡി 2 കപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. കേക്ക് ടിന് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഗ്യാസ്കറ്റും വിസിലും വെച്ചിട്ടില്ല. 40 മിനിറ്റ് കഴിഞ്ഞു. സ്ക്യൂവർ സ്റ്റിക്ക് കൊണ്ട് നമുക്കൊന്ന് നോക്കാം. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുക്കാനായി വെക്കണം. നന്നായി കേക്ക് തണുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നൈഫ് വെച്ചിട്ട് എല്ലായിടത്തും സൈഡൊന്ന് റൺ ചെയ്യണം. അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല, ചില സമയത്ത് അങ്ങനെ നന്നായിട്ട് വന്നോളും. നമ്മുടെ കേക്കും റെഡിയായി. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഈ കേക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട് കേക്ക്. ഞാനിത് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോ ആയിരുന്നു. അതേ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൽ ബട്ടർ സ്കോച്ച് എസൻസ്, ഇതിൽ വനില എസൻസ്, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. നല്ല തണുത്തതാണ്. പിന്നെ വനില എസൻസും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് സ്റ്റിഫ് പീക്ക് ഫോം ആവണ വരെ നമ്മൾ വിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ 3 മിനിറ്റ് ലോ സ്പീഡിലും പിന്നത്തെ 3 മിനിറ്റ് ഹൈ സ്പീഡിലും ബീറ്റ് ചെയ്താൽ കറക്റ്റായിരിക്കും. ഇതിൻ്റെ തനിയെ വീഡിയോ ഞാൻ ആദ്യം എടുത്തിട്ടിടാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെ കറക്റ്റായിട്ടുള്ള പാകമായെന്ന് അറിയാനായിട്ട് ഒരു സ്പാറ്റുലയിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ വീഴില്ല. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഇതിനി ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തു. ഇനി നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ കേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത കേക്ക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. ഇതിനു മുമ്പ് ഞാൻ ചോക്ലേറ്റ് വീറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം എഗ്ലെസ് ആണ്. 1.5 കൊല്ലമായിട്ട് വീട്ടിലെ ബർത്ത്ഡേ പാർട്ടീസ് അതേപോലെ ആനിവേഴ്സറിക്കൊക്കെ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കാറ്, പുറത്തുനിന്ന് വാങ്ങാറില്ല. അങ്ങനെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് എടുത്ത് റൗണ്ടായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കണം. അതിലേക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. ഇതന്നെയാണ് ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറ്. ഇതിലേക്ക് കുറച്ച് വിപ്പിങ് മിഡിലായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. കേക്ക് സ്റ്റിഫായി നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിക്കിലും ഒരുപോലെ ആവണം.
എനിക്ക് ഏറ്റവും ഇഷ്ടം കുക്ക് ചെയ്യണയിൽ കേക്ക് ചെയ്യുമ്പോഴാണ്. അത് കംപ്ലീറ്റ് ചെയ്യണ സമയത്തുള്ള സന്തോഷം ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തണുപ്പിച്ച ആ വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും സെക്കൻഡ് ലെയർ വെക്കുകയാണ്. അതിന് മുകളിലായിട്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം, വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ. ഇനി തേർഡ് ലെയർ വെക്കുകയാണ്. ഞാൻ എടുക്കണ സമയത്ത് മൂന്നാമത്തെ ലെയർ പൊട്ടിപ്പോയി. എനിക്ക് വേണമെങ്കിൽ ഇത് ഹൈഡ് ചെയ്യായിരുന്നു, പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇപ്പോൾ ആർക്കെങ്കിലും പുതുതായിട്ട് കേക്ക് ചെയ്യണവരുടെ കയ്യിൽ നിന്ന് ഇതേപോലെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അയ്യോ എന്ത് ചെയ്യുന്ന ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട. അത് അതേപോലെ ചെയ്യാം, നമുക്ക് ഒരു പ്രശ്നവും വരില്ല, നമ്മുടെ കേക്കിനെ ബാധിക്കുകയില്ല. ഇത് കറക്റ്റായിട്ട് യഥാസ്ഥാനത്ത് ആ കേക്കുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം പിന്നെ ഷുഗർ സിറപ്പ് ഇട്ട് സാധാരണ പോലെ വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുക്കാൻ പറ്റും. കറക്റ്റായി തിക്ക് ലെയറിൽ ഇട്ടാൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത് സെറ്റ് ആവുമ്പോഴേക്കും കറക്റ്റായിരിക്കും. ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാ കണ്ടില്ലേ, എല്ലാവിടെയും ആദ്യം തിന്നായിട്ടുള്ളൊരു ലെയർ കോട്ട് ചെയ്തു വിപ്പിംഗ് ക്രീം കൊണ്ട്. അതിനുശേഷം നല്ല തിക്ക് ലെയർ കോട്ട് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് വെച്ചൊന്ന് സെറ്റ് ആവാൻ വെക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് അതിന് ശേഷം ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതേപോലെ ഒരു റോസ് കളർ ഫുഡ് കളർ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇടുകയാണ്. ഈ കേക്കിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഇതേപോലെ തന്നെ ഒന്നും ചെയ്യണമെന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. എനിക്കെന്താ മനസ്സിൽ വന്നത് അത് ചെയ്തു എന്ന് മാത്രം. താഴെ അതേപോലെ ചെറിയൊരു ഡോട്ട്സ് പോലെ വെച്ചിട്ടുണ്ട്. ഈ നടുക്ക് ആ റെഡ് ഹാർട്ട് ഷേപ്പിൽ കാണുന്ന എന്താണെന്നറിയോ, അത് എന്താണ് ഐസിങ് ഷുഗർ വെച്ച് റെഡ് കളറ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് ഇതേപോലെ ഹാർട്ട് ഷേപ്പ് ആക്കി എടുത്തു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്കിൻ്റെ ഡിസൈൻ ഇഷ്ടമായോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഈ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിലിടാം. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.